नमस्कार. നമ്മളിപ്പോൾ स्पिरिचुअल एनाटॉमी सेशन 8th पॉइंट ആണ്. हम अब 8th पॉइंट के बारे में डिस्कस कर रहे हैं. 8th पॉइंट माने പ്രപന്ന സ്റ്റേറ്റ്, സറണ്ടർ കാ സ്റ്റേറ്റ്. അപ്പോൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സമർപ്പണത്തിൻ്റെ ശരണാഗതിയുടെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആകെ जाने के लिए हमें ശരണാഗതി की ज़रूरत है. അപ്പോൾ നമ്മൾ പരബ്രഹ്മാണ്ഡ മണ്ഡലത്തിൽ എത്തുന്നത് വരെ എൻ്റെ കഴിവുകൊണ്ട്, ഞാൻ എന്നുള്ള ഈ കഴിവുകൊണ്ടാണ് എത്തിയത് എന്നുള്ള ചിന്തയിലായിരുന്നു. हम परब्रह्मांड मंडल तक पहुँचते समय तक हमारी ये चिंता थी कि मैं सब करूँगा. അപ്പോൾ അവിടെ അഹംബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് പരബ്രഹ്മാണ്ഡ മണ്ഡലം. അതിൻ്റെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പരബ്രഹ്മാണ്ഡ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യഥാർത്ഥത്തിലുള്ള യൂണിഫൈഡ് ആയിട്ടുള്ള ആ ഏകത്വത്തിലേക്ക്, യൂണിഫൈഡ് പേഴ്സണാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. परब्रह्मांड मंडल से आगे जाने के लिए हमारे अंदर जो യൂണിഫൈഡ് एक വ്യക്തിത്വ उसके साथ संबंध होना चाहिए. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. നമുക്ക് സ്വയം കഴിവുകൊണ്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല. हमारे अपने ये फैकल्टी से, शक्ति से उधर नहीं पहुंच सकता है. एक उदाहरण देता हूँ. നമ്മളിപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ ആഴത്തിൽ ഉറങ്ങണം. ആഴത്തിൽ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കഴിവുകളൊന്നും അതിനെ സഹായിക്കില്ല. हमें सुषुप्ति में पहुंचने के लिए, डीप स्लीप में पहुंचने के लिए हमारी इधर की शक्ति कोई मदद नहीं करेगा. അല്ല, ഇവിടെ നമ്മൾ ചിലപ്പോൾ നല്ല പണ്ഡിതനായിരിക്കാം, നല്ല ശക്തിയുള്ള ആളായിരിക്കാം, അറിവുള്ള ആളായിരിക്കാം, പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് ആഴത്തിലുള്ള ഉറക്കം കിട്ടണമെന്നില്ല. हम इधर बहुत बड़े आदमी होंगे, बहुत एजुकेटेड होंगे, बस ये सब हमें सुषुप्ति नहीं देगा. നേരെ ഓപ്പോസിറ്റാണ് കാണുന്നത്. ഒരുപാട് അറിവുള്ള ആൾക്കാർ, ഒരുപാട് സ്ട്രെസ്സുള്ള ആൾക്കാർക്ക് ഉറക്കം കിട്ടില്ല, ആഴത്തിൽ ഉറക്കത്തിൽ കിടക്കാൻ പറ്റില്ല. ശരിയല്ലേ? बहुत ही इधर बहुत ऐसे संपन्न है, बहुत विद्यावान है, ऐसा आदमी सुषुप्ति मिलने में कठिनाई महसूस करता है. അപ്പോൾ അവിടേക്ക് നമുക്ക് എത്തിച്ചേരണം. ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ യൂണിഫൈഡ് പേഴ്സണാലിറ്റിയിൽ എത്തിച്ചേരുന്നു. ये हम सुषुप्ति में जाते हैं, यथार्थ में हम डीप यूनिफाइड पर्सनालिटी में पहुंच रहे. यूनिफाइड पर्सनालिटी में पहुंचने के लिए हमारा ये विल पावर, इच्छा शक्ति, उससे नहीं हो सकता है. हाँ, हमको റിലാക്സ് होना चाहिए, तभी हम सुषुप्ति में जा सकते हैं. अല്ലേ? നമ്മൾ റിലാക്സ് ആയാലേ നമുക്ക് ഡീപ്പ് സ്ലീപ്പിൽ എത്താൻ പറ്റുള്ളൂ. हमें छोड़ देना चाहिए. ये जो सब है हमारी चिंताएं है, ये सब छोड़े तो ही हम सुषुप्ति आ जाएगा. അപ്പോൾ നമ്മൾ പലരും ആൾക്കാരും, ഇത് അറിവും കഴിവുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഉറക്കം കിട്ടാതെ ഗുളിക കഴിക്കാറുണ്ട്, ഇല്ലേ? बहुत जो इधर वो स्ट्रेंथ है, विद्या है, संपन्न है, ये आदमी सभी टैबलेट लेते हैं स्लीप लेने के लिए. നമുക്ക് ഉറക്കം എത്തിച്ചേരാൻ പറ്റും. നേരെ മറിച്ച് സിമ്പിളായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഉറക്കം വരും. जो सिंपल है, सरल है, वो आसानी से उसको वो डीप स्लीप मिल सकता है. അപ്പോൾ നമുക്കൊരു കടമ്പ കിടക്കാനുണ്ട്, ഒരു ബാരിയർ കിടക്കാനുണ്ട്. നമ്മുടെ ഈ ഞാൻ എന്നുള്ള ഈ ഭാവങ്ങളെ മറികടന്നിട്ട് ഒരു ബാരിയർ കടന്നാലേ നമുക്ക് സുഷുപ്തിയിൽ എത്തിച്ചേരാൻ സാധിക്കും. हमारे ये जागृत अवस्था से सुषुप्ति अवस्था तक जाने के लिए हमें एक गेट में से जाना होता है. അപ്പോൾ ആ ഗേറ്റാണ് സറണ്ടർ എന്ന് പറയുന്നത്. ഉസി ഗേറ്റ് को हम സറണ്ടർ कहते हैं. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഇന്നസെൻ്റ് ആയിട്ട് കുട്ടികൾ നോക്കും, जो इनोसेंट बच्चे, छोटे बच्चे आसानी से सो जाते हैं. കാരണം അവർക്ക് നാച്ചുറലാണ് സമർപ്പണം എന്ന് പറയുന്നത്. उनके लिए ശരണാഗതി നാച്ചുറൽ. അപ്പോൾ നമുക്ക് നാച്ചുറൽ അല്ല. അതുപോലെ തന്നെ സുഷുപ്തി അവസ്ഥയിൽ നിന്നുള്ള ആ യൂണിഫൈഡ് പേഴ്സണാലിറ്റീനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെയും നമ്മുടെ കഴിവുകൊണ്ട് പറ്റില്ല. जो सुषुप्ति अवस्था में जो हम शांति महसूस करते हैं, हमारा जो अंदर संतुष्ट हो जाते हैं, वो हम इधर नहीं ला सकते. നമ്മൾ നല്ല കഴിവുള്ള ആളായിരിക്കാം, പഠിപ്പുള്ള ആളായിരിക്കാം, പക്ഷേ സുഷുപ്തിയിലെ അറിവുകൊണ്ട് ജീവിതത്തിൽ നമുക്കത് സമാധാനം കൊണ്ടുവരാൻ സാധിക്കില്ല. हम अच्छी तरह सो गए हैं, डीप स्लीप मिल गया, पर वो हम इधर नहीं ला सकते. वो गेट से इधर नहीं ला सकते. हम गेट से उधर भी नहीं जा सकते, गेट से इधर भी नहीं आ सकते. അപ്പോൾ നമ്മുടെ ആ ഒരു ഗേറ്റ് ഉണ്ട്, നമ്മുടെ ഉള്ളിലൊരു ഗേറ്റ് ഉണ്ട്. അതിനാണ് ശരണാഗതി എന്ന് പറയുന്നത്. हम सच्ची में सरेंडर हो गए तो उधर का जो डीप जो हमारी शांति है वो हम जागृत अवस्था में ला सकते हैं. നമ്മൾ ആഴത്തിലുള്ള ആ ശാന്തതയെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ എപ്പോഴാണ്? ശരണാഗതി വരുമ്പോൾ. ശരണാഗതി हमारे अंदर वो सच्चा ज्ञान पैदा करता है. ശരണാഗതിയാണ് നമ്മുടെ ഉള്ളിൽ ശരിക്കുള്ള അറിവ്
ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ മാറി നിൽക്കുക, ഞാൻ എന്നുള്ള ഈ ലോകത്തുനിന്ന് നമ്മൾ മാറി നിൽക്കുക, ഈ ലോകത്തിൻ്റെ കഴിവുകൾ മാറ്റി നിർത്തിയിട്ട് ശരിക്കുള്ള ഞാനെ വർക്ക് ചെയ്യാൻ, എന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. हमारे इधर के जो जागृत अवस्था में जो जो हमारे शक्ति है वो सब हमको छोड़ के समर्पित करें तो वो सच्चा जो ज्ञान है, सच्चा बे मेरा अंदर को जो प्रभु है वो मैनिफेस्ट हो जाएगा. അപ്പോൾ ആ പ്രഭുവിനെ മാനിഫെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ശരണാഗതിയിൽ എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി, ശരണാഗതനായിട്ടുള്ള ഒരു വ്യക്തി, പ്രപന്ന സ്റ്റേറ്റിലൊരു വ്യക്തി ജീവിതത്തിൽ എങ്ങനെയായിരിക്കും? എപ്പോഴും പീസ്ഫുള്ളായിരിക്കും. जो ऐसे शरणागति में पहुंच गया वो पीस इधर भी आ जाएगा. वही लालाजी महाराज बोलते हैं कि सुषुप्ति में हमको അവെയർനെസ് होना चाहिए. സുഷുപ്തിയിൽ അവെയർനെസ് ഉണ്ടാവണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാധനാ പദ്ധതികൾ മുഴുവൻ ഈ ഒരു കടമ്പ കിടക്കാനുള്ളതാണ്. हमारा जो साधना सब कर रहे हैं ये सब हमको इस गेट से पार करने के लिए हम कर रहे हैं. सब हम सच्चा ज्ञान से नॉलेज लेके, एक्सपीरियंस लेके, उसमें मर्ज होके उसमें से हम आगे जाते हैं. നമ്മൾ ശരിക്കും ഇവിടെ ശുദ്ധീകരണം നടത്തുമ്പോൾ, ഇവിടെ പ്രാണാഹുതിയിൽ നമുക്ക് സിറ്റിംഗ് ലഭിക്കുമ്പോൾ, സത്സംഗം അറ്റൻഡ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഈ അറിവില്ലായ്മ, അന്ധകാരങ്ങൾ മാറ്റുകയാണ്, യഥാർത്ഥ നോളജായിട്ട് മാറുകയാണ്, യഥാർത്ഥ വിസ്ഡമായിട്ട് മാറുകയാണ്, യഥാർത്ഥ ലൈറ്റ്നസ് വരികയാണ്. ആ ഒരു ഉള്ളിൽ വരുന്ന ക്ലെൻലിനെസ് ഉണ്ട്, ഉള്ളിൽ വരുന്ന പരിശുദ്ധി മാത്രം, അത് മാത്രമേ നമ്മളെ ആ ഗേറ്റ് കടക്കാൻ അനുവദിക്കൂ. जो अंदर हमारे अंदर ये परिशुद्धि लाया है, हमारे अंदर जो सरलता लाया है, वही हमें वो गेट पारने के लिए क्षमता देती है. മനസ്സിലായി? ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഉള്ളിലൊരു ഇന്നസെൻസ്, हमारे अंदर जो बच्चे जैसा इन्नोसेंस, बच्चे जैसा जो सिंप्लिसिटी है वो लाना चाहिए. इसीलिए जीसस क्राइस्ट बोलते हैं कि बी लाइक लिटिल चिल्ड्रन, बच्चे जैसे बन जाओ, उनको ही भगवान के साम्राज्य में प्रवेश मिलता है. ചെറിയ കുട്ടികളെ പോലെ ആയാലേ അവിടേക്ക് കടക്കാൻ സാധിക്കും. അപ്പോൾ ആ ഇന്നസെൻസിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ അത്രയും അറിവ് വേണം. उस इनोसेंस में पहुँचने के लिए इतना नॉलेज हमारे अंदर आना चाहिए कि इस सब से हमारा कुछ भी नहीं हो सकता. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, ഇതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഞാൻ ഇതിൻ്റെയൊക്കെ അപ്പുറമാണ്. हमें अंदर से महसूस होना चाहिए कि ये सब जो हमने इधर बनाया है ये सब लेके हम नहीं जा सकते. ये सब हम यथार्थ ज्ञान से महसूस करके, उसके ज़रूरत पता चल के, ശരിക്കും അതിൻ്റെ അറിവ് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ എനിക്ക് മനസ്സിലായി എന്നിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാനാണ്. മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. जब हम एक वस्तु अच्छी तरह जान सकते हैं तो हम उसको अटैचमेंट चला जाता है, അതിനുള്ള അറ്റാച്ച്മെൻറ്റ് പോകുന്നു. ഇപ്പോൾ നമ്മൾ പുസ്തകങ്ങളെ പറ്റി മനസ്സിലാക്കും, പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അറിവ് കിട്ടുന്നു അല്ലേ, റിവൈസ് ചെയ്യുന്നു, പക്ഷേ അതിനുശേഷം പുസ്തകം മാറ്റി വയ്ക്കണം. हम पुस्तक पढ़ते हैं, उससे नॉलेज लेते हैं, पर बाद में पुस्तक को छोड़ देना चाहिए. मैं डॉक्टर हूँ, अपने क्लिनिक में बुक लेके नहीं जा सकता, पेशेंट നോക്കുമ്പോൾ റെഫർ ചെയ്യാൻ പറ്റുമോ? आप जो जॉब करते हैं, कारपेंटर का जॉब करते हैं, हम पुस्तक देख के नहीं करते ना, इधर इतना मेजरमेंट करना है, इतना कट करना है, वो अंदर लीन अंदर हो जाता है. അപ്പോഴേ ശരിക്കും മനോധൈര്യം വരും അല്ലേ. ശരിക്കും അറിവ് ലഭിച്ച ഒരാൾക്ക് ധൈര്യം ഉണ്ടാവും, അയാളുടെ അടുത്ത് പോവില്ല, ഉസ്കോ കറേജ് മെത്തായ. അപ്പോൾ ശരണാഗതിയിൽ വരുന്ന ഒരു സ്വഭാവം എന്തായിരിക്കും? കറേജ് ആയിരിക്കും, മനോധൈര്യമായിരിക്കും. അപ്പോൾ ആ മനോധൈര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. आज हम उस करेज के बारे में डिस्कस करें, क्योंकि आज वाटर पॉइंट के बारे में डिस्कस कर रहे हैं. जलचक्र पट्टी डिस्कस, जलचक्र करेजिൻ്റെ പോയിൻ്റാണ്. वो साधारण करेज अല്ല അത്. ये हमारा इधर का जो करेज वो नहीं है, धैर्य नहीं है. वो धैर्य ऐसा है कि मैं नहीं गिरूँगा क्योंकि मेरा मास्टर काम कर रहा है. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ഫെയിൽ ഇല്ല, ഈ പ്രവൃത്തികളൊന്നും ഫെയിൽ ചെയ്യാതെ മാസ്റ്ററാണത് ചെയ്യുന്നത്. मास्टर का काम कभी नहीं फेल होगा. बाबूजी महाराज പറയുന്നത്, बाबूजी महाराज एक बार कुछ कर रहे थे, तब चारी जी महाराज ने पूछा आप क्या कर रहे थे? तो बाबूजी महाराज ने बोला तुम ढूंढो, तुम यू अंडरस्टैंड, ഫൈൻഡ് ഔട്ട്, നീ കണ്ടുപിടിക്കുന്നു. ബാബുജി മഹാരാജ് ചാരിജി മഹാരാജ് ചോദിക്കുകയാണ് നിങ്ങൾ അങ്ങ് എന്താ ചെയ്യണം? അപ്പോൾ നീ കണ്ടുപിടിക്കുക, നീ ഒരു പ്രിസെപ്റ്റർ അല്ലേ. അപ്പോൾ चारी जी महाराज मेडिटेट किया और बोला कि आप फ्यूचर में काम कर रहे हैं, भावी काल में काम कर रहे हैं. അപ്പോൾ ബാബുജി മഹാരാജ് ने बोला ശബാഷ്, ऐसा बोला. ബാബുജി മഹാരാജ് ശബാഷ് എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ദൂരം വിദൂര ഭാവിയിലാണ് പ്രവർത്തിക്കുന്നത്. ബാബുജി മഹാരാജ് फिर पूछा मैं कितना भावी काल में, कितना दूर भावी काल में काम कर रहा हूँ, ये बताओ. चारी जी महाराज പറഞ്ഞു എനിക്ക് അത്ര അറിയില്ല, കുറേ കൊല്ലങ്ങൾക്കപ്പുറമാണ്. चारी जी महाराज ने बोला कि बहुत वर्ष भूत भावी काल में काम कर रहे हैं. तो बाबूजी ने फिर शाबाश दिया,
और बोला कि मैं जब कल की अवतार आता है तब उसकी काम थोड़ा सरल बना रहा हूँ, उसका ഫൗണ്ടേഷൻ मैं ले रहा हूँ. കൽക്കി അവതാരം വരുമ്പോൾ കൽക്കിയുടെ പണി കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽക്കി അവതാർ കബ് ആയെങ്കിൽ 4 लाख साल बाद आ रहे हैं, അങ്ങനെയാണ് ഹിസ്റ്ററി പുരാണം പറയുന്നത്. 4 ലക്ഷത്തെ കൊല്ലത്തിനപ്പുറമാണ് വരുന്നത്. അപ്പോൾ ചാരിജി महाराज ने बाबूजी महाराज से पूछा, ये सब आप बोल रहे हैं, ये सब होगा क्या? നിങ്ങൾ പറയുന്നത് നടക്കാൻ പോണ കാര്യമാണ്. അപ്പോൾ ബാബുജി മഹാരാജിനെ പോലെ वो होगा क्योंकि ये लालाजी महाराज का काम है, मेरा മാസ്റ്റർ കബി ഫെയിൽ नहीं होगा. ഇത് ലാലാജി മഹാരാജിൻ്റെ പ്രവൃത്തിയാണ്, അതുകൊണ്ട് ഫെയിൽ ആവില്ല. ഇതാണ് കോൺഫിഡൻസ്, ഇതാണ് ശരണാഗതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കറേജ് നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്തുകൊണ്ടാണ്? അത്രയും വിനയായി, അത്രയും നമ്മുടെ നോളജ് മനസ്സിലായി കഴിഞ്ഞു, ഇതുകൊണ്ട് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് മനസ്സിലായി സറണ്ടർ ചെയ്തപ്പോൾ ശരിക്കുള്ള എൻ്റെ ഉള്ളിലുള്ള ശക്തി പുറത്തേക്ക് പ്രകടമാണ്. जब मेरे अंदर सच्चा जो ज्ञान है वो अवसर पर प्रकट होता है. അവസരം വരുമ്പോൾ ജ്ഞാനം ശക്തിയൊക്കെ പ്രകടമാക്കും. ശരണാഗതിയുടെ അത്ഭുതം അതാണ്. നോളജ് ആവശ്യമില്ല, പക്ഷേ നോളജ് ആവശ്യമുള്ളപ്പോൾ വരും. जो नॉलेज मुझे चाहिए वो अवश्य होगा, तब प्रकट होता जाएगा. मुझे कुछ ज़रूरत नहीं है, मैं बिंदास चला रहा हूँ, ഞാൻ നടന്നു പോകുന്നു, സുഖമായിട്ട് എൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ആവശ്യമുള്ളപ്പോൾ എനിക്ക് എല്ലാം എടുക്കാം. जैसे ट्रेशर का की है मुझे मिल गया, ट्रेशरी का की मिल गया है. मेरे पास पैसा नहीं है, पर कभी आओ मेरा ATM कार्ड डालो, पैसा आ जाएगा. എനിക്ക് ഞങ്ങളുടെ ATM കാർഡ് ഇൻഫിനിറ്റ് ATM കാർഡാണ്. ആവശ്യമുള്ളപ്പോൾ ഞാൻ മാസ്റ്ററിലേക്ക് കണക്ട് ചെയ്താൽ ആവശ്യമുള്ളത് കിട്ടും. ഇത് ഈ ശക്തി നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ ദാജി ഒരു എക്സാമ്പിൾ പറയുന്നത്, ദാജി സ്പിരിച്വൽ അനാറ്റമി ബുക്ക് में एक एग्जाम्पल दे रहे हैं. ബുദ്ധൻ്റെ കഥയാണ്. ബുദ്ധൻ നടന്നു പോവാണ്. അപ്പോൾ അങ്കുലിമാലൻ എന്നുള്ളൊരു വലിയൊരു കള്ളൻ താമസിക്കുന്ന കാടാണ്. गौतम बुद्ध जंगल से चले जा रहे थे. उधर अंगुलीमाल नाम के बहुत बड़ा चोर भी नहीं है, वो सभी को असैसिनेट भी करता है, मार देता है. एक आदमी उधर रहता है. അപ്പോൾ ബുദ്ധൻ നടന്നു പോകുമ്പോൾ അങ്കുലിമാലൻ ഇദ്ദേഹത്തിന് ചാടി വീണു. അങ്കുലിമാലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അങ്കുലിമാലൻ എന്ന് പറഞ്ഞാൽ വിരൽ മുറിക്കും, മരിച്ച ആൾക്കാർ വിരൽ മുറിച്ചിട്ട് മാലയായിട്ട് ഇട്ടാണ്. वो उंगलियाँ काट के माला बना रहे हैं, अपने गर्दन में डालते हैं, उसको अंगुलीमाल बोलते हैं. तो बुद्ध उधर से गौतम बुद्ध चले जा रहे थे, ചാടി വീണു. അങ്കുലിമാലൻ ബുദ്ധൻ്റെ മുമ്പിൽ ചാടി വീണു. രുക്കോ വൈസ പോല, നിൽക്കൂ എന്ന് ബുദ്ധനോട് പറഞ്ഞു. तो बुद्ध गौतम बुद्ध ऐसे ठहरे और टर्न करके बोले, मैं रुका, आप कब रुकोगे? ബുദ്ധൻ എന്താ പറഞ്ഞു? ഞാൻ നിർത്തി, നീ എപ്പോഴാണ് നിർത്തുന്നത് ചോദിച്ചു. അപ്പോഴാണ് അങ്കുലിമാലിൻ്റെ ഉള്ളിൽ കത്തിയത്. तभी उसको पता चला कि बहुत बड़ा सत्य बोल रहा है, तुम इतने साल से ये भी कर रहे, तुम ये रोक नहीं सकता है, मैं कभी से रोक रहा हूँ. ഞാനിതൊക്കെ നിർത്തിക്കഴിഞ്ഞു, ഈ ലോകമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ നിർത്തിക്കഴിഞ്ഞു, ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ശരീരം വേണമെങ്കിൽ നീ കൊന്നാലും നിനക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല. മുझे मारो तो भी तू सच में मुझे मार नहीं सकता. ये करेज. और അങ്കുലിമാൽ ഉनका ശിഷ്യ ബൻ गया. അവൻ ആ ധൈര്യം ഉണ്ടല്ലോ അവിടെ റിഫ്ലക്റ്റ് ചെയ്തെന്തായിരുന്നു? ബുദ്ധൻ്റെ ആ करेजाണ്. गौतम बुद्ध का वो धैर्य मैनिफेस्ट होता है. हमारे समीप भूतकाल में ऐसा ही एक संभव हुआ है. इതേ കാര്യം തന്നെ മഹാത്മാഗാന്ധിജിയുടെ ജീവിതത്തിലുണ്ട്. महात्मा के जीवन में एक ऐसा ही संभव हुआ है. जब पार्टीशन के टाइम पर वो हिंदू मुस्लिम कम्युनल प्रॉब्लम हो रहा था, तभी बाबूजी महाराज महात्मा गांधी जी बंगाल चले गए. जब ये हिंदू मुस्लिम कम्युनल राइट्स हो रहा था, तब महात्मा गांधी जी बंगाल गए. बंगाളിൽ ചെന്ന ഉടനെ കാറിന് മുമ്പിലേക്ക് ആൾക്കാർ ചാടി വീണു. तो किल गांधी. बहुत आदमी ऐसे कार के सामने आ गए और बोले कि गांधी जी को मारो, ऐसा बोले. तो गांधी जी ने क्या बोला? गांधी जी ने डोर ओपन किया और अब वापस बाहर आ गए और बोले मुझे मारो, मुझे मार के आ गया, आपको शांति आ सकती है तो मुझे मार डालो, ऐसे करा. എന്നെ കൊന്നോളൂ, കൊന്നിട്ട് ബംഗാളിൽ സമാധാനം വരുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോളൂ എന്ന്. എല്ലാവരും ആയുധം താഴിട്ട് വേണം. ये सुन के सभी अपने हथियार नीचे डाल दिए. ഇത് ഇപ്പോൾ അടുത്തുണ്ടായതാണ്. क्योंकि इतना अंदर का करेज आ जाता है, जब सरेंडर आता है तभी ऐसा करेज आ जाता है. അപ്പോൾ ആ ഒരു കറേജാണ് നമ്മളിവിടെ ശരണാഗതിയിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സെഷൻ. इसके बारे में आज हम മെഡിറ്റേറ്റ് करेंगे. ഇന്നത്തെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 8th പോയിൻറ്റിൻ്റെ ക്വാളിറ്റി ആയിട്ടുള്ള പീസ്, സമാധാനം. और
വാട്ടർ പോയിൻ്റ് കാ കറേജ്, ഇൻ ദോനോം കാ മേൽ. അതാണ് ഇന്നത്തെ സെഷൻ. ഇത് നമ്മളുടെ യോജിപ്പ്, അതാണ് ഇന്നത്തെ സെഷൻ. അപ്പോൾ ഈ 8th पॉइंट सेंटर ईथर एलिमेंट, 8th पॉइंट के सेंटर में आकाश ईथर एलिमेंट है, उसके 12 o'clock पोजीशन में है वाटर एलिमेंट. 8th पॉइंट पता है ना, इधर आता है प्रपन्ना स्टेट, उसके सेंटर में ईथर एलिमेंट है, उसके 12 o'clock में वाटर एलिमेंट है. അപ്പോൾ നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. കണ്ണുകളടച്ച് शांतमाയിരിക്കും. आँख बंद करके शांत होके बैठिए. ഒന്നാമത്തെ പോയിൻ്റാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിൻ്റ് में हम ध्यान शुरू करेंगे. ഹൃദയത്തിലുള്ള ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. हृदय में स्थित दिव्य प्रकाश का स्रोत मन को आकर्षित करते हुए महसूस कीजिए. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. उस दिव्य प्रकाश में ध्यान शुरू कीजिए. मन में अगर चिंताएं आती है तो धीमे से इग्नोर कीजिए और ध्यान चालू रखिए. प्लीज़ स्टार्ट मेडिटेशन. പതുക്കെ തേർഡ് പോയിൻ്റ് സെൻറ്ററിലേക്ക് വരൂ. धीमे से सेंटर पॉइंट, थर्ड पॉइंट के सेंटर में आ जाइए. थर्ड पॉइंट लेफ्ट साइड ऑफ चेस्ट अपर पार्ट, लेफ्ट साइड ऑफ चेस्ट अपर पार्ट में है थर्ड पॉइंट. फायर एलिमेंट है थर्ड पॉइंट का क्वालिटी. ആദ്യം ക്ലീനിങ് ആണ്. നമ്മൾ തേർഡ് പോയിൻ്റ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ 8th പോയിൻറ്റിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. जब हम थर्ड पॉइंट में ध्यान करते हैं तब 8th पॉइंट की तरफ अपना अटेंशन होना चाहिए. ആദ്യം ശുദ്ധീകരണമാണ്. ആദ്യം തന്നെ ഫയർ എലിമെൻറ്റ് 8th പോയിൻ്റ് സ്വഭാവം അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. 8th पॉइंट के सेंटर फायर एलिमेंट है, उधर सफाई हो रही है. ഇനി പതുക്കെ 4th പോയിൻറ്റിലേക്ക് വരൂ. 4th പോയിൻറ്റിൽ 9 o'clock പൊസിഷനിലാണ് ഫയർ എലിമെൻറ്റ്. 4th പോയിൻറ്റ് राइट साइड ऑफ चेस्ट अपर पार्ट, അവിടെ 9 o'clock പൊസിഷനിലാണ് ഫയർ എലിമെൻറ്റ്. 9 o'clock പൊസിഷൻ में ഫയർ എലിമെൻറ്റ് ഉദർ സഫായി ഹോ രഹി ഹെ, അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കും. ഇനി 5th പോയിൻറ്റ് കഴുത്തിൻ്റെ ലോവർ പാർട്ടാണ്. 5th പോയിൻറ്റ് गर्दन के लोअर पार्ट में है, उधर 6 o'clock पोजिशन में फायर एलिमेंट है. അവിടെ 6 o'clock പൊസിഷനിലാണ് ഫയർ എലിമെൻറ്റ്. അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കും. ഉദർ സഫായി ഹോ രഹി ഹെ. ഇനി ഫസ്റ്റ് പോയിൻറ്റിലേക്ക് വരൂ. ഫസ്റ്റ് പോയിൻറ്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് ലോവർ പാർട്ട്, അവിടെ 3 o'clock പൊസിഷനിലാണ് फायर एलिमेंट. फर्स्ट पॉइंट में 3 o'clock पोजिशन में फायर एलिमेंट है, उधर सफाई हो रही है. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും.
ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് വരൂ. സെക്കൻഡ് പോയിന്റിൽ 12 o'clock പൊസിഷനിലാണ് ഫയർ എലിമെൻറ്റ്. സെക്കൻഡ് പോയിന്റ് റൈറ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് ലോവർ പാർട്ട്, അവിടെ 12 o'clock പൊസിഷനിലാണ് ഫയർ എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കൂ. ഉദർ സഫായി ഹോ രഹി ഹൈ. ഇനി തിരിച്ച് തേർഡ് പോയിന്റിലേക്ക് വരും. वापस थर्ड पॉइंट की तरफ आइए. तो क्लीनिंग कंप्लीट आई, तो सफाई कंप्लीट हुआ है. അപ്പോൾ ഇന്ന് തേർഡ് പോയിൻറ്റിൻ്റെ ഫയർ എലിമെൻറ്റും തേർഡ് പോയിൻറ്റിൻ്റെ വാട്ടർ എലിമെൻറ്റും തമ്മിലുള്ള ഹാർമോണിയാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. തേർഡ് पॉइंट का जो फायर एलिमेंट है और वाटर एलिमेंट है, उन दोनों में मेल हार्मनी, उस पर हम ध्यान करेंगे. श्रद्धा 8th पॉइंट വേണം. हम जब थर्ड पॉइंट में मेडिटेट कर रहे हैं, हमारी अटेंशन 8th पॉइंट की तरफ होना चाहिए. 8th पॉइंट क्वालिटिയാണ് पीस, ह्यूमिलिटी. 8th पॉइंट का जो क्वालिटीज़ है पीस, ह्यूमिलिटी, അതിൽ ഫയർ എലിമെൻറ്റിൻ്റെ സ്നേഹം, കമ്പാഷൻ, വാട്ടർ എലിമെൻറ്റിൻ്റെ കറേജ്, ധൈര്യം, അത് ഒന്നു ചേരുകയാണ്, ഹാർമണൈസ് ചെയ്യുകയാണ്. जो 8th पॉइंट का क्वालिटी है पीस, उसमें फायर एलिमेंट का जो प्रेम है, कंपैशन है, करुणा भाव है, और वाटर एलिमेंट का करेज है, ये हार्मोनाइज हो रहा है. Please start meditation. ഓക്കെ, മാസ്റ്ററുടെ അനുഗ്രഹത്താൽ ലഭിച്ചിട്ടുള്ള ഇന്നത്തെ ക്വാളിറ്റീസ് മാസ്റ്ററുടെ സേവനത്തിനായി ഉപയോഗിക്കപ്പെടും. मास्टर की कृपा से जो क्वालिटीज़ मिला है മാസ്റ്റർ की സേവ में ഉപയുക്ത होगा. പൂർണ്ണമായിട്ടുള്ള ശരണാഗതിയോട് കൂടിയിട്ട്, ശരണാഗത ഭാവത്തോട് കൂടിയിട്ട് മെല്ലെ കണ്ണു തുറക്കും. अंदर जो शरणागति का भाव है उसमें लीन होके धीमे से आँख खोलिए.